ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. കോവയ്ക്ക വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇങ്ങനത്തെ തോരനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് സവോളയോ ചെറിയുള്ളിയോ ഉപയോഗിക്കാവുന്നതാണ്. വലിയ സവോളയാണെങ്കിൽ 1 എടുക്കാം. തീരെ ചെറുതാണെങ്കിൽ 2 എടുക്കണേ. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിട്ട് ഒരുപാട് വഴറ്റിയൊന്നും എടുക്കണ്ട. സവോളയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും അങ്ങോട്ട് മാറി വന്നേച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ഇതിനു മുമ്പ് നമ്മളുടെ ചാനലിൽ കോവയ്ക്ക ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക പല രീതിയിൽ അരിഞ്ഞെടുക്കാറുണ്ട്. നിങ്ങൾക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നവരുണ്ട്. ഞാനിവിടെ ചെയ്തേക്കുന്നത് കോവയ്ക്ക 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് അത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ സൗകര്യം അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാനൊരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നമ്മുടെ പറമ്പിലുണ്ടായ കോവയ്ക്കാണ്. ഒരുപാട് പഴുപ്പ് കയറിയ കോവയ്ക്കൊന്നും തോരൻ ഉപയോഗിക്കരുത്. തോരനൊരു ടേസ്റ്റ് ഇല്ലായിരിക്കും. എളുപ്പത്തിലുള്ള കോവയ്ക്കാണ് തോരൻ വെക്കാൻ ഏറ്റവും ടേസ്റ്റ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. കോവയ്ക്ക ഒരു 1/2 കിലോയുടെ അടുത്ത കോവയ്ക്ക ഉണ്ട്. കോവയ്ക്ക തോരൻ വെക്കാനായിട്ട് ഈ ഒരു അളവിൽ മതി തേങ്ങ കൂടുതലായാൽ കൊള്ളത്തില്ല. ഈ വെളിച്ചെണ്ണ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കോവയ്ക്ക വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തേങ്ങ ഡയറക്റ്റ് ചേർത്താൽ മതി, അരയ്ക്കാനൊന്നും പോകണ്ട കേട്ടോ. ഒരുപാട് നേരം ഇട്ട് കോവയ്ക്കൊന്നും വേവിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും, പിന്നെ രുചിയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തുറന്നൂടെ വെച്ച് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ തോരനൊക്കെ ഒരുപാടിട്ട് വേവിച്ച് അങ്ങ് വല്ലാതാക്കി കളയരുത്. ഒരു ചെറുതായിട്ട് ഒരു കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിക്ക് വേണം വാങ്ങാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പൊക്കെ പാകമാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ഈ ഓണത്തിന് കോവയ്ക്ക തോരനൊക്കെ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലല്ല നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോവയ്ക്കാത്തോരൻ ചിലപ്പോൾ കഴിക്കാത്തവരും കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരനാണ്. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വേറെ റെസിപ്പിയായിട്ട് കാണാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ചാനലിലേക്ക് വന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വേറെ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്